അന്നോരോട്ട് ഇരുന്ന് കേൾക്കുള്ളൂ അപ്പോൾ നമ്മളെ ജിൻഡോ ചേട്ടൻ മാത്രം മറുപടി വരും. ജിൻഡോ എണീറ്റ് എന്നിട്ട് പറയുന്നത് എന്നെ കൊണ്ട് രാവിലെ 1, 2, 3 നിൽക്കാനൊന്നും പറ്റില്ല, ഞാൻ പറയട്ടെ വന്നോര് വന്നിട്ടൊന്നും കാര്യമില്ല. ജിൻഡോ ആയിരുന്നു ഒന്നും എന്തെങ്കിലൊക്കെ ആര് വന്നാലും 19 വന്നാലും 26 വന്നാലും ജിൻഡോ 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 ആണ് അല്ലേ. ഈ വോട്ട് കിട്ടിയിട്ട് അഭിഷേകിനെ നോമിനേറ്റ് ചെയ്ത സമയത്ത് ഏഷ്യാനെറ്റ് ഇതിനടിയിൽ ഒരു ഡിസ്ക്ലെയിമർ എഴുതി കാണിച്ചു. എത്ര പേരെ ശ്രദ്ധിച്ചു എന്നറിയില്ല. ബിഗ് ബോസ് സ്ക്രിപ്റ്റിന് അനുസൃതമായി ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ അല്ല, ഇതിൽ പ്രകടിപ്പിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളും ജാസ്മിനോട് പറഞ്ഞു കേട്ടോ. ജാസ്മിനെ നമ്മൾ ഒരുമിച്ച് ഓഡിഷൻ കഴിഞ്ഞവരാണേ. ജാസ്മിനെ നമ്മൾ ഒരുമിച്ചാണ്, പക്ഷേ വഴിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായി. മനസ്സിലായോ? ശ്രദ്ധിച്ചില്ല ലൈവില് ആന്റെ ബ്ലോക്ക്, ബാപ്പാന്റെ ബ്ലോക്ക്. മനസ്സിലായില്ലേ? അല്ലേ സായി പറഞ്ഞ ഡയലോഗ് തന്നെ. നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്ന് 8 ഏപ്രിൽ അതായത് മൺഡേ നടന്നിട്ടുള്ള എപ്പിസോഡ്, അതായത് വൈൽഡ് കാർഡ് എൻട്രികൾ ഒഫീഷ്യലി, വൈൽഡ് കാർഡുകൾ ഒഫീഷ്യലി ബിഗ് ബോസ് ഹൗസിൽ കയറിയിട്ടുള്ള ഒരു ദിവസത്തെ എപ്പിസോഡ് പ്ലസ് അതിനേക്കാളും കൂടുതൽ കുറച്ച് ലൈവ് അപ്ഡേറ്റ്സ് ഉണ്ട് കേട്ടോ. ലൈവിൽ നടന്നിട്ടുള്ള കാര്യങ്ങളും, കാരണം എന്താ വെച്ചാൽ എപ്പിസോഡിൽ പല കാര്യങ്ങളും ഒന്നും കാണിച്ചിട്ടില്ല. ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. സാധാരണ ഞാൻ ലൈവ് ഇങ്ങനെ ഓൺ ചെയ്തിട്ടുള്ളൂ, അപ്പൊ ലൈവിലൊരു 10,000 ചിലപ്പോൾ 12,000 അങ്ങനെയൊക്കെയല്ലേ വ്യൂസ് ഉണ്ടാവാറുള്ളൂ. അത് ഇന്ന് ആ ഒരു വൈൽഡ് കാർഡ് കയറുന്ന സമയമൊക്കെ 60,000-ലേക്ക് മേലെ, 60,000-ല് മേലെ. ഇന്ന് സീരിയസ്ലി ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവ് കണ്ട ദിവസമാണ്. കാരണം വെച്ചാൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആൾക്കാർ വൈൽഡ് കാർഡ്സിനെ വെയിറ്റ് ചെയ്തെന്നുള്ളതിന്റെ തെളിവാണ് ഇന്നത്തെ 66K ആൾക്കാർ ഇന്ന് കണ്ടതിന്റെ. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതീക്ഷയാണ്. കാരണം വെച്ചാൽ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ഇപ്പോൾ തുടങ്ങിയതിന് ശേഷം ഒന്നുമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൈൽഡ് കാർഡുകൾ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമാണ്. പിന്നെ വരുന്നത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള 6 വൈൽഡ് കാർഡുകളാണ്. നമുക്ക് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. രാവിലെ വിധുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു, ഇവിടെ റസ്മിൻ ബായിയുടെ കാര്യം. റസ്മിനും ഗീതുവും തമ്മിൽ ഇന്നലെ രാത്രി നടന്നിട്ടുള്ള കാര്യം, അതാണ് എപ്പിസോഡിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. വളരെ ക്ലിയർ ആയിട്ട് ഇപ്പൊ വിധു നീ ഞാനൊരു വീഡിയോ ഇട്ടതിന് പലരും പറഞ്ഞു, എന്താ പറയാ, ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തു. കമന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ഇതിലാണ് ഒരാളുടെ ഐഡന്റിറ്റിയെ കുറിച്ച് അയാൾ റിവീൽ ചെയ്യാതെ നിങ്ങൾ എന്താ സംസാരിക്കണമെന്നൊക്കെ എനിക്ക് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു പെൺകുട്ടീനോട് എനിക്ക് നിന്നോട് ക്രഷാന്ന് ചിലപ്പോൾ തമാശയ്ക്ക് ഫ്രണ്ട്സിന്റെ ഇടയിൽ കളിക്കുമ്പോൾ നീ എന്തൊരു ഭംഗിയെ കാണാൻ നിന്നോട് ക്രഷ് തോന്നുന്നു എന്ന് തമാശയ്ക്ക് പറയല്ല ഇത് ചെയ്തത്. ഇത് രാത്രി അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കിടക്കുക രണ്ടുപേരും കൂടി. നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ, നീ ഇത് ആരോടും പറയരുത് ശ്രീതു, ഇത് കൂടുതലായി കഴിഞ്ഞാൽ നിനക്ക് ബാധിക്കും. അതുകൊണ്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വല്ലാണ്ട് അടുക്കാൻ വരില്ല. പണ്ട് അഞ്ജു കഴിഞ്ഞ സീസൺ കണ്ടവർക്ക് അറിയാം, അഞ്ജു പറഞ്ഞ അതേ ഡയലോഗ് ആ രീതിയിൽ അത്രയും സീരിയസ് ആയിട്ടൊരു പെൺകുട്ടി പറഞ്ഞു വേറൊരു പെൺകുട്ടിയോട് എനിക്ക് നിന്നോട് ക്രഷ് തോന്നുന്നു. കേട്ട പെൺകുട്ടിയാണെങ്കിൽ ഞെട്ടും ചെയ്തു. അപ്പൊ പിന്നെ ഇതെന്താ, പിന്നെ വേറെ വല്ല വാക്കുണ്ടോ? പിന്നെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട എനിക്ക് ക്രഷ് തോന്നാറില്ല. നല്ല ഭംഗിയുണ്ടെന്നേ തോന്നുള്ളൂ, നല്ല ക്യൂട്ടാണല്ലോ, എന്തൊരു ഭംഗിയെ കാണാൻ തോന്നും. അല്ലാണ്ട് ക്രഷ് തോന്നുമോ പെണ്ണുങ്ങൾക്ക്? അങ്ങനെ ക്രഷ് തമാശക്ക് ചിലപ്പോൾ പറയും, അത് കളിക്കുന്ന ഭയങ്കര എന്തെങ്കിലുമൊക്കെ, അത് കോളേജിലൊക്കെ ഫ്രണ്ട്സ് ഉള്ള സമയത്തൊക്കെ. അല്ലാണ്ട് എനിക്ക് തോന്നില്ല ഒരു ഭംഗിയുള്ള പെൺകുട്ടീനെ കാണുമ്പോഴോ ഒന്നും ക്രഷ് ഒന്നും തോന്നില്ലല്ലോ. തോന്നുകയാണെങ്കിൽ ഇത് തന്നെയാണ്. അതിനിപ്പോ ഇത്ര വലിയ പ്രശ്നമല്ലല്ലോ, അത് സമൂഹത്തിലുള്ള കാര്യം, അതൊരു തെറ്റാണോ? തെറ്റായിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ അത് പറഞ്ഞതിന് കുറെ ആൾക്കാര് നിങ്ങൾ അങ്ങനെ എന്താ പറയണ ചോദിക്കുമ്പോൾ അവരാണ് അത് തെറ്റായി കാണുന്നത്. പിന്നെ വേറെ കാര്യം കൂടി, ഇതെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രീതു പോയ സമയത്ത് റസ്മിൻ പുറകെ പോയിട്ട് റസ്മിൻ ചോദിക്കുന്നുണ്ട്, കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഇനി ഈ ഹഗ്ഗിങ് ഇനി നിർത്തരുത് കേട്ടോ. അപ്പൊ അതിന്റെ അർത്ഥം അത് സംഭവം ക്ലിയർ ആണല്ലോ. ഇത് അത് എന്താ പറയാ, ഇന്നലെ പറഞ്ഞ മാതിരി ആർമി അങ്ങനത്തെ ആൾക്കാരാണ് അത് പറയുന്നത്, അത്രേ ഉള്ളൂ. പിന്നെ എന്താ വെച്ചാൽ ആൾക്കാരുടെ സംഭവം എന്ന് വെച്ചാൽ മാക്സിമം ആയിട്ട് നമുക്ക് എവിടെയാണോ ഒരു കമന്റ് ചെയ്തിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ, നമ്മൾ ഇമോഷണലി എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. ഇമോഷണലി നമ്മളെ എവിടെ കമന്റ് ചെയ്ത് എവിടെ കൊള്ളുന്ന അവർ നോക്കി കമന്റ് ചെയ്യും. അവർ കമന്റ് ചെയ്തുകൊണ്ട് ദേഷ്യമൊന്നുമില്ല കേട്ടോ, കാരണം അവര് നല്ല രീതിയിൽ വാച്ച് ചെയ്യാറുണ്ട്. എല്ലാത്തിനും നമ്മളെ കമന്റ് ചെയ്യുന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ടായില്ല. എന്തായിരുന്നു പേരിക്ക് ഓർമ്മ ലക്ഷ്മിയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ, കമന്റ് ചെയ്തോളൂ, ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞോളൂ, അപ്പോഴാണ് നമുക്കത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇങ്ങനെയല്ല, ഞാൻ ഇങ്ങനെയാ ഉദ്ദേശിച്ചത് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ദേഷ്യം ഒന്നുമില്ല, കമന്റ് ചെയ്യുമ്പോഴാട്ടോ സന്തോഷം. നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്തോളൂ. നമുക്കൊരു ലൈവ് പോവാം, അപ്പൊ നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാനോ. കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തൊക്കെ വന്നിരുന്നു. ഓക്കെ, അപ്പോൾ പിന്നെ നേരെ നമ്മളെ രാവിലെ ആയിട്ട് നേരെ നമ്മളെ വൈൽഡ് കാർഡ് സിനാരിയോയിലേക്ക് കടക്കാം. ഇത് ഓക്കെ, 6 വൈൽഡ് കാർഡ്സിന്റെ സിറ്റുവേഷൻ. ഫസ്റ്റ് വന്ന് നന്ദന. ഓക്കെ, സോങ് ഇൻട്രോ ഒക്കെ അടിപൊളിയായിരുന്നു, ഭയങ്കരിയാണ്, കാന്താരിയാണ്,
എന്താ പറയുക പെണ്ണ് എന്താണ് എന്ത് കരിയാണ് ഭയങ്കരിയ പെണ്ണ് ഭയങ്കരിയ എന്ന് പറഞ്ഞ പാട്ടൊക്കെ വെച്ചിട്ട് നന്ദന വന്നു. അറിയില്ല, ഞാൻ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വായിച്ചിട്ടുള്ളൊരു കമൻറ്റാണ്. പിന്നെ അതായത് ഇതുവരെ വന്നിരുന്ന കമൻറ്റ് ജാസ്മിനെ വെറുക്കുന്നവരുണ്ടോ എന്ന കമൻറ്റിന് ശേഷം പിന്നെ യൂട്യൂബ് കമൻറ്റോളികൾ അവതരിപ്പിക്കുന്നു നന്ദനെ വെറുക്കുന്നവരുണ്ടോ. നമുക്ക് പറയാൻ പറ്റില്ല, നമുക്ക് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞത് പൊതുവെ സ്വഭാവമാണ് കമന്റ് ബോക്സ് പ്രകടിപ്പിക്കുന്നത്. കുറച്ച് ഓവർ ആക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അത് അറിയില്ല നമുക്ക്, എന്താ വെച്ചാൽ പിന്നെ വേറെ കാര്യം ചെയ്തു. ഒരുപാട് ആൾക്കാർക്ക് ഈ പ്രജുഡ്യൂസ് മുൻവിധികൾ വരാനുള്ള റീസൺ എന്താ അറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഗോപിക വന്നിട്ട് ഇതേപോലെ കാണിച്ച സമയത്ത് ഒരു കമ്പാരിസൺ വരികയാണ്. അപ്പോൾ ആ ഒരു സംഗതി ഉള്ളതുകൊണ്ട് ആൾക്കാർ പറഞ്ഞു തന്നില്ല. പക്ഷെ പാവം നല്ലൊരു കുട്ടിയെ തോന്നിട്ടോ, അത്യാവശ്യം കുറച്ച് സ്മാർട്ടാന്നുള്ള സ്മാർട്ട് ഡസൻ മീൻ ദാറ്റ് ഓവർ സ്മാർട്ടാന്ന് ആൾക്കാരൊന്നും വിധി എഴുതാൻ പറ്റില്ല. ഏതായാലും കുട്ടി വന്നിട്ട് തന്നെ പൂജനോടെ അടി ഉണ്ടാക്കിയത് കേട്ടോ. അത് നമുക്ക് അതിലേക്ക് കിടക്കാം. പിന്നെ അതിന് ശേഷം 2 അഭിഷേകുമാരുടെ എൻട്രി ഉണ്ടായി. ഓക്കെ, രണ്ടും ഒരേ പേരിലുള്ള 2 എക്സ്ട്രീം എൻഡാണ് വന്നത്. നമുക്ക് എന്താ അറിയോ, ഇത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ തമ്മിൽ അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഈ അഭിഷേക് മിസ്റ്റർ ഗേ വേൾഡ് ഉണ്ട്, അഭിഷേക് കെ, ആ ഇനീഷ്യലിൻ്റെ പേരിലടക്കം ഭയങ്കര വളരെ മോശമായിട്ടൊരു സംഭവം ഉണ്ടായി. ഓക്കെ, ഞാനത് ഒരു സംഭവം കാണിച്ചു തരാം. അത് ഇനീഷ്യൽ, അതായത് ഇവർ ഈ റൂമിൻ്റെ അകത്ത് ഇനീഷ്യൽ ഈ 2 അഭിഷേകുമാരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പരിചയപ്പെടുന്ന സമയത്ത് ഈ ഗേ ആയിട്ടുള്ള അഭിഷേക് കെനോട് അല്ലേ, അഭിഷേകിനോട് LGBT കമ്മ്യൂണിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. ഒഫീഷ്യലി പുള്ളി ഗേ ആണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എവർ മിസ്റ്റർ ഗേ. ഓക്കെ, ഇന്നിപ്പോൾ എന്താ പറയുക, LGBT കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ QI ഉണ്ട് തോന്നുന്നു അല്ലേ, സോറി നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. LGBTQ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റിയാസ് ഇതിൽ വന്ന സമയത്ത് നമ്മൾ റിയാസിനെ അധികം ആക്സെപ്റ്റ് ചെയ്തിരുന്നില്ല കുറേ ആൾക്കാർ, സീരിയസ്ലി. കാരണം അത് റോബിനെതിരെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കളിക്കൊണ്ടായിരുന്നു. പക്ഷെ നാദിറ മെഹറിന് വന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് റിയാസ് വന്നോട് കൂടിയിട്ട് ചേഞ്ച് ആയത്. റിയാസിനെ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റിയാസ് ആണ് ഞാൻ പറയുമ്പോ മലയാളികളുടെ ഇടയ്ക്ക് ഇത് കൂടുതലായിട്ട് അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ കുറെ അമ്മമാർക്കും എല്ലാവർക്കും ഇങ്ങനെയുള്ളവരോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് റിയാസ്. പക്ഷെ വേറെ കാര്യം ചെയ്തു, റിയാസിന് അത്രയും വൈഡ്ലി ഒരു കംപ്ലീറ്റ് പോസിറ്റീവ് ആക്സെപ്റ്റൻസ് ഇല്ലാത്തത് റോബിനോട് ഫൈറ്റ് ചെയ്തോണ്ട്. പക്ഷെ ലാസ്റ്റ് ടൈമിലേക്ക് റിയാസിന് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ സീസണിൽ നാദിറ വന്നു. നാദിറ വന്ന സമയത്ത് അതേ ഞാൻ ഉദ്ദേശിച്ചത്. കാരണം നാദിറയുടെ ലൈഫ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് സ്വാഭാവികമായിട്ടും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് പോലും മനസ്സിന് ഭയങ്കര വിഷമം തോന്നിക്കണം. കാരണം അവരനുഭവിക്കുന്ന സംഗതികളൊക്കെ വെച്ചിട്ട് തോന്നിപ്പോയി. അപ്പോൾ അങ്ങനെ ഒരാൾ വന്ന സമയത്ത് ഇപ്പോൾ മറ്റേ അഭിഷേക്, ഇപ്പോൾ ഈ അഭിഷേക് എന്താ ചങ്ങാതിന് അഭിഷേക് ശ്രീകുമാർ അല്ല, അഭിഷേക് ശ്രീകുമാർ പറയുന്നത് പുള്ളി ആളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് ബാൻ ചെയ്ത വ്യക്തിയാണ്, ആളുടെ അക്കൗണ്ട് ബാൻഡാന്നൊക്കെ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു സംഭവം എനിക്ക് കണ്ടൊരു സംഗതി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യട്ടെ. ജിൻഡോ അതുപോലെ 2-3 ബിഗ് ബോസിലുള്ള ആൾക്കാർ, പല ആൾക്കാർ ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുന്നേ അവരവരുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസ്ബുക്ക് അക്കൗണ്ട് നഷ്ടപ്പെട്ടു, ഹാക്ക് ചെയ്യപ്പെട്ടു, സീരിയസ് ആയിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഓൾഡ് അക്കൗണ്ട് പോയി ന്യൂ അക്കൗണ്ട് എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് റീസൺ ഞാൻ കണ്ടിട്ട് ജിൻഡോൻ്റെ കേസിനെ പ്രത്യേകം ഒബ്സർവ് ചെയ്തതെന്ന് വെച്ചാൽ ഇവരിങ്ങനെ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ആവുന്ന സമയത്ത് ആൾക്കാർക്ക് ഈ സംഗതികൾ കുത്തിപ്പൊക്കാൻ ഭയങ്കര എളുപ്പമാണ്. ആ ഒരു സിറ്റുവേഷനിലാണോ എന്നറിയില്ല ഇവർ ഈ ബാൻഡ് എന്ന് പറയുന്നത്. പിന്നെ ഇവൻ സംഭവം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവൻ്റെ കുറച്ച് ചാറ്റും ഇൻസ്റ്റാഗ്രാമിലുള്ള കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. ഏതായാലും കൊറിയൻ മല്ലു എന്ന് പറഞ്ഞൊരു ചങ്ങാതിൻ്റെ, അതിന് LGBT കമ്മ്യൂണിറ്റി നമ്മൾ ഗൾഫിലൊക്കെ ഉള്ള സമയത്ത് ടിക്ടോക്കിലൊക്കെ ഈ കൊറിയൻ മല്ലുവിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമൻസ് ഇവൻ ടോൾ ബ്രൗൺ ബോയ് എന്നുള്ള ഐഡിയിൽ നിന്ന് ഈ അഭിഷേക് കെയും അതേമാതിരി മറ്റേ അഭിഷേക് ശ്രീയും എസും ഇവർ 2 പേരും കൂടി ഈ കൊറിയൻ മല്ലു ഒക്കെ ആയിട്ടുള്ള കുറേ കമൻ്റൊക്കെ ഒഫെൻസീവ് കമൻസ് ഉണ്ടായിരുന്നു. ആ ഒഫെൻസീവ് കമൻസിൻ്റെ പേര് ബാൻ ചെയ്തൊന്നും അറിയില്ല. ഒരുപക്ഷെ ഇതിനുള്ള അകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. റിയൽ ലൈഫിൽ ഇവരെന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഇവർ വന്നതിന് ശേഷം ഈ വന്ന 2 അഭിഷേകുകളാണ് ഒരുമിച്ച് വന്നതെങ്കിലും ഇവർ 2 പേരും തമ്മിൽ അവിടെ ഭയങ്കര ക്ലാഷ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ വരുന്നു. പിന്നെ അവിടുന്ന് വളരെ ബാഡായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. എനിക്കത് വളരെ മോശമായിട്ടുള്ള സംഗതിയായിട്ട് ഫീൽ ചെയ്തു. കാരണം എന്ന് വെച്ചാൽ അഭിഷേകിനെ ഇനീഷ്യലി ചോദിച്ച സമയത്ത് അഭിഷേക് കെ എന്ന് പറഞ്ഞു. കെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹോമോസെക്ഷലായിട്ടുള്ള ആൾക്കാരെ കൊളോക്കിയൽ ലാംഗ്വേജ് എസ്പെഷ്യലി കോഴിക്കോടൻ ഭാഗത്ത് പറയുന്ന ആ ഒരു KUNDA എന്നുള്ള ആ ഒരു പദപ്രയോഗമാണ്. നമുക്കിവിടെ പറയാൻ താല്പര്യമില്ല. അതുകൊണ്ട് വെച്ചാൽ അങ്ങനെ ഒരു പദപ്രയോഗം വെച്ചിട്ടാണ് അവൻ്റെ ഇനീഷ്യലിനെ വിശേഷിപ്പിച്ചിട്ടുള്ള അഭിഷേക് എസിൻ്റെ ആ ഒരു സംസാരം റിയലി ഒരു അപലപനീയം എന്നുള്ള പറയുന്നത്
അല്ലേ? അത് ശരിക്കും ഒരു കണ്ടം ചെയ്യേണ്ട സങ്കടം. കാരണം എന്താന്ന് വെച്ചാൽ അത് സങ്കടകരമായ സംഭവം. ഇവരൊന്നും നമ്മൾ അങ്ങനെ പറയുകയും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്. കാരണം ഇത് ഇവരുടെ കുഴപ്പമല്ല. അത് ഞാൻ അങ്ങനെ വിചാരിക്കും കേട്ടോ. ഓരോ അമ്മമാരും ചിലപ്പോ എന്താ ചെയ്യാ, കാരണം കുട്ടികൾ ജനിക്കുമ്പോ ദൈവം തന്നെ അങ്ങനെ സൃഷ്ടിച്ചതാണ്. അപ്പൊ അവര് ഹ്യൂമൻ ബീങ് ആണ്, അവര് മനുഷ്യനാണ്. അപ്പൊ അവരൊരിക്കലും അവർക്കത് മാറ്റാനും പറ്റില്ലല്ലോ. ഓരോരുത്തർ അതൊന്നും ഒരിക്കലും അവൻ എന്തൊക്കെ തഗ്ഗടിക്കുമെങ്കിലും എന്തൊക്കെ പറഞ്ഞെങ്കിലും ഒരു ടോക്സിസിറ്റിന്റെ അപ്പുറത്തേക്ക് ഇത് അപ്പുറത്തേക്കുള്ള ഒരു സംഭവം പോലെ. പക്ഷെ സത്യത്തിൽ വന്ന് കയറിയപ്പോ ഈ അഭിഷേക് ശ്രീകുമാറിലെ ശ്രീകുമാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നല്ല രസത്തിന്റെ സംസാരം കേൾക്കാൻ. പിന്നെ ജാസ്മിനോട് ഒരു ചോദ്യമൊക്കെ ചോദിച്ചു, ഉളുപ്പുണ്ടോ? എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചത്? അപ്പൊ ഇങ്ങനെ അപ്പോഴാണ് കുട്ടിയുടെ പറഞ്ഞ ഇങ്ങനെ ഇതിനെതിരെ സംസാരിക്കുന്ന ആളാണ്. കാരണം എന്താ വെച്ചാൽ ഇത് പറയാൻ കാരണം വെച്ചാൽ പെട്ടെന്ന് അതിലേക്ക് ജമ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഈ നോമിനേഷന്റെ കേസ് വന്ന സമയത്ത് ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിരിക്കുന്നത് ഈ അഭിഷേകിനാണ്. ഏറ്റവും കൂടുതലൊക്കെ അല്ല, ഏകദേശം 9 വോട്ട് കിട്ടിയില്ല. ഈ വോട്ട് കിട്ടിയിട്ട് അഭിഷേകിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഏഷ്യാനെറ്റ് ഇതിനടിയിൽ ഒരു ഡിസ്ക്ലെയിമർ എഴുതി കാണിച്ചു. എത്ര പേരെ ശ്രദ്ധിച്ചു എന്നറിയില്ല. ബിഗ് ബോസ് സ്ക്രിപ്റ്റിന് അനുസൃതമായി ചെയ്യുന്ന ഒരു റിയാലിറ്റി ഷോ അല്ല. ഇതിൽ പ്രകടിപ്പിക്കുന്ന എല്ലാ കാഴ്ചപ്പാടുകളും ആശയങ്ങളും അതാത് മത്സരാർത്ഥികളുടെ സ്വതന്ത്ര വീക്ഷണങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു. പിന്നെ അതുകൊണ്ട് വീക്ഷണങ്ങളാണ് ഏഷ്യാനെറ്റ് പിന്തുണയ്ക്കുന്നില്ല. കൂടാതെ ഇത്തരം ആശയങ്ങളെയും പ്രവൃത്തികളെയും ശക്തമായി അപലപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതിന് അർത്ഥം വെച്ചാൽ അവനെ ശ്രീകുമാർ അഭിഷേക് അവന് ബുദ്ധിമുട്ടാണ് നിന്ന് പോകാൻ. സീരിയസ്ലി അവൻ ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഇസ് നോട്ട് ഗുഡ് അല്ലേ? ശ്രദ്ധിച്ചില്ല അല്ലേ? ലൈവ് എപ്പിസോഡ് കണ്ടവർക്ക് അറിയാം, അതിൽ അങ്ങനെ എഴുതി കാണിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് റിയലി ബാഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് മോശമായിരുന്നു. അത് ഹൗസിലുള്ള എല്ലാവരും വന്ന ദിവസം തന്നെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഇവനെ നോമിനേറ്റ് ചെയ്തു. പിന്നെ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ ജാസ്മിനൊക്കെ പറഞ്ഞ കാര്യം, ജാസ്മിൻ ഗബ്രീൻ്റെ കൂടെ കേട്ടൊക്കെ എല്ലാവരും വെറുപ്പിക്കെങ്കിലും ജാസ്മിനൊക്കെ ഇതിനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ സംസാരിച്ചു. ഒരു കാര്യം അർജുൻ വളരെ നല്ല, അർജുൻ ഓൾറെഡി അറിയാട്ടോ ഇയാളുടെ കുറെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അറിയില്ല എന്നാ ഇനിയിപ്പോൾ ഇതെന്താ പറയുക, ജാസ്മിൻ തന്നെ ഇതിലേക്ക് വന്നത് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തിട്ടാണ്. എല്ലാവരും ഈ കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്താ അവരൊക്കെ ശരിക്കും ഇവർ ഇങ്ങനത്തെ ആൾക്കാരാണോ എന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്താണെന്നുണ്ടെങ്കിലും മുടിയൻ ആ സംഭവം കേട്ടു, അത് എടുത്ത് പറയുകയും ചെയ്തു. അപ്പോൾ അതവിടെ ഒരു വളരെ മോശമായിട്ടാണ് എല്ലാവരും. അതെ, അല്ലെങ്കിൽ വന്ന സമയത്ത് എന്താ പറയുക, ഈ ഉളുപ്പുണ്ടോ ജാസ്മിൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ല കയ്യടി നേടേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. അവിടുന്ന് ഈ ചങ്ങാതി വെറുതെ എന്താ പറയുക കൊണ്ടുപോയിട്ട് കുളമാക്കി. ഒന്നത്. പിന്നെന്താ വെച്ചാൽ അൻസിബയ്ക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അൻസിബേനെ മൈൻഡ് ചെയ്തില്ല, അഭിഷേക് മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങൾ. കാരണം അൻസിബേനെ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ ടാർഗറ്റ് ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ സായി സീക്രട്ട് ഏജൻറ്റ് വന്നത്. സീക്രട്ട് ഏജൻറ്റ് എന്തുകൊണ്ടാണ് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യലായിട്ട് നമ്മളെ നാട്ടുകാരനാണല്ലോ, മലപ്പുറത്തുകാരനാണ്, പരിചയമുള്ളത്. സത്യം പറഞ്ഞാൽ സങ്കടമായി, വിഷമമായി, ദേഷ്യം പിടിച്ചു എല്ലാം. സായിക്ക് ഇഷ്ടം, ഞാൻ വിചാരിച്ചു ഓപ്പോസിറ്റ്, സായിക്ക് ഇഷ്ടം ഗബ്രിയുടെ ഗെയിം. പിന്നെ ലാലേട്ടനോട് പറഞ്ഞതും അങ്ങനെ, ഇതിന്റെ ഉള്ളിൽ വന്നപ്പോഴും അതെ. ഒന്നും എന്താ പറയാ, അവരുടെ ഒന്നും കാര്യങ്ങൾ മൊത്തം പറയണില്ല. പറയണത് എന്താന്ന് ശരിക്കും നമുക്ക് മനസ്സിലാവില്ല. ഇവരുടെ എൻട്രി ഉണ്ടല്ലോ, ഈ സായിയുടെ എൻട്രി വന്ന സമയത്ത് ശ്രദ്ധിച്ചു പറയില്ല, നിങ്ങൾ എത്ര പേര്, നിങ്ങൾ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിണ്ടാവില്ല, പക്ഷെ ലൈവ് കണ്ടവർക്ക് അറിയാം. ജാസ്മിൻ ഒരൊറ്റ മുങ്ങലാവുന്നു. ശ്രദ്ധിച്ചത് ലൈവ് കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ സംഭവം എന്താ വെച്ചാൽ ജാസ്മിൻ നേരെ അപ്പം അങ്ങോട്ട് മുങ്ങി അവിടുന്ന്. ജാസ്മിൻ നേരെ മുങ്ങിയിട്ട് ജാസ്മിനും ഗബ്രിയും കൂടി അവിടെ സോഫയിൽ പോയിരുന്ന് സംസാരിക്കുന്ന രണ്ടുപേരും കൂടി അവരവിടുന്ന് അപ്പം മുങ്ങി. എന്നിട്ട് സിബിനില്ലേ, ആ സിബിൻ വന്നു വെച്ചാൽ നിങ്ങൾ എന്താ രണ്ടുപേരും കൂടി സോഫയിൽ വന്നിരിക്കണമെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഇനി സോഫയിൽ അധികം സ്ഥലം ഉണ്ടാവില്ലല്ലോ, അപ്പോൾ അതിന് മുന്നേ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചാൽ എന്താ നിങ്ങൾ പുറത്തു പോകുന്നതെന്ന് ചോദിച്ചു. അതല്ല, നമ്മൾ ഇത്രയും പേര് വന്നു കഴിഞ്ഞാൽ അവിടെ സോഫയിൽ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് പിന്നെ സീക്രട്ട് ഏജൻറ്റ് വന്ന ഉടനെ തന്നെ ഒരു ഡയലോഗ് അടിച്ചിരുന്നു, ക്യാപ്റ്റൻ ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ഇനി ഇവിടെ ഒരുപാട് മുല്ലപ്പൂ ഉണക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചു പറയില്ല, മുല്ലപ്പൂ ഉണക്കുന്ന ജാസ്മിനെ ഉദ്ദേശിച്ചത്, മുല്ലപ്പൂ പറഞ്ഞ ജാസ്മിനെ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ശരി എല്ലാവരും വരുന്നു, പിന്നെ മുല്ലപ്പൂ ഉണക്കും സായി പറഞ്ഞു. ഓക്കെ, പിന്നെ മീറ്റിംഗ് നമ്മളെ പരിചയപ്പെടൽ സെഷൻ ഉണ്ടായി. എല്ലാവരും നോർമലായിട്ട് പറയുന്ന രീതിയിൽ തന്നെ ജാൻമണിയുടെ പ്രാക്കും അതൊക്കെ തന്നെ നമ്മളിവിടെ പറയണ കാര്യം അവർ കുറെ പേർക്ക് അതേപോലെ തന്നെ പറഞ്ഞു. പിന്നെ ആ ഗേ ആയിട്ടുള്ള അഭിഷേകില്ലേ, അങ്ങനെ പറയാലോ, നല്ല രീതിയിൽ സംസാരം. ജാൻമണി അവരുടെ കമ്മ്യൂണിറ്റി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജാൻമണി ചെയ്ത തെറ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു, ഓരോരുത്തരെ പറ്റിയിട്ടും. ആ അഭിഷേക് എനിക്ക് നല്ലൊരു വ്യക്തിത്വമായിട്ട് തോന്നിയിട്ടോ അയാള്. ഞാൻ പ്രത്യേകിച്ച് ഞാൻ സീരിയസ്ലി പറയാം, നോട്ട് ബിക്കോസ് ഓഫ് LGBT കമ്മ്യൂണിറ്റി, എനിക്ക് ഈ റിയാസ് എന്ന വ്യക്തിനെ തീരെ ഇഷ്ടമല്ലായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, എനിക്ക് എന്തോ ചില കേസിൽ എനിക്ക് സീസണിൽ
റോബിനെയായിരുന്നു ഇഷ്ടം, റോബിനെ ആണ് ഇഷ്ടം. പക്ഷേ ആ റോബിൻ പോയതിനു ശേഷം നമ്മൾ ബിഗ് ബോസ് കാണുമല്ലോ, എന്നാലും കാണുമല്ലോ. കണ്ടോണ്ടിരിക്കുമ്പോ റിയാസിന്റെ പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് ചില സമയത്ത് ഒരു പാവോ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ തോന്നും. അത് എല്ലാ സ്ത്രീകൾക്കും തോന്നും. പക്ഷെ എന്നെ സംബന്ധിച്ച് റിയാസ് എനിക്ക് റിയാസ് എന്ന വ്യക്തി ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറാണ്. അപ്പോൾ പിന്നെയും ഈ LGBT കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത ഒരു ആണ് വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അതുപോലെ ഒരു വ്യക്തി ആയിരിക്കുമോ എന്നുള്ളൊരു മനസ്സിലുണ്ടായില്ല. പക്ഷെ അഭിഷേക് പിന്നെ ജയദീപ് ശരിക്കും എന്താ വെച്ചാൽ നമ്മൾ എന്നെ ഞെട്ടിച്ചു സീരിയസ് ആയിട്ട്. നല്ലൊരു പയ്യൻ. പിന്നെ എന്താ വെച്ചാൽ ഇവൻ ജാൻമണിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ വളരെ പക്വതയായിട്ടുള്ള സംസാരം തോന്നി. ഫസ്റ്റ് ഡേ ആണ് കേട്ടോ, ആ ഒറ്റതായിട്ട് പറയാണ്. പിന്നെ അങ്ങനെ ഓരോരുത്തരും വന്ന് സംസാരിക്കുന്ന സമയത്ത് പറ്റി ഇവൻ്റെ സംസാരം ഉളുപ്പുണ്ടോ ജാസ്മിനെ വാസ് എ ഹിറ്റ്. അത് അവൻ തന്നെ അവൻ്റെ കുഴി തോണ്ടി എന്ന് പറയാം. ഉളുപ്പുണ്ടോ ജാസ്മിനെ എന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ചോദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് കേൾക്കുന്നവർക്ക് നമ്മൾ ചോദിക്കാൻ വിചാരിക്കുന്ന ചോദ്യമാണത്. സ്വാഭാവികമായിട്ടും അതിന് ഭയങ്കര ഇത് കിട്ടും. ആ ഒരു സിറ്റുവേഷനിൽ അത് ഇവൻ തന്നെ കൊണ്ടുപോയി പിന്നെ കല ഉടച്ചു. പിന്നെ ജാൻമണിയുടെ ജെൻഡർ കാർഡും അങ്ങനത്തെ സംഗതികളോ സംസാരിച്ചു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെന്താ അടുത്ത ഇതോ പിന്നെ ഇതുണ്ടായത് നോമിനേഷൻ അല്ല, സായിന്റെ കുറച്ച് കേസ് പറഞ്ഞു. ഓക്കെ, സായിയുടെ 1-2 കേസ്. സായി പിന്നെ ജാസ്മിനോട് റിവീൽ ചെയ്തത് അത് നമ്മുടെ വീഡിയോ ജാസ്മിനോട് ഞാൻ ഞെട്ടിപ്പോയി. എന്നാ ബിഗ് ബോസോ അതിലും വലിയ കളി. കാരണം ബിഗ് ബോസ് ഉണ്ടല്ലോ, സായി ഇത് ഫുള്ള് ഇങ്ങനെ പറയട്ടോ. സായി പറയണ എന്താ പറയാ, പിന്നെ മറ്റേ എന്താ അയാളുടെ പേര്, അവളുടെ വുഡ് ബി കല്യാണം കഴിക്കാൻ ഉറപ്പിച്ചു വെച്ചാൽ അഫ്സലിന്റെ വോയിസ് വന്നു, വലിയ വോയിസ് ആയിരുന്നു, ആക്ഷനൊക്കെ കാട്ടുണ്ട്. അത് ഇത്ര മിനിറ്റ് ഉണ്ട്. അപ്പൊ അത് ഇതാരാ പുറത്ത് വിട്ടത് എന്നൊക്കെ വിളിച്ചു ചോദിക്കാം. അപ്പൊ വിവിയാണ് പറഞ്ഞു. ഇതെല്ലാം ക്ലിയർ ആയി നമുക്ക് മനസ്സിലാവുണ്ട്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് ഇവള് ഞെട്ടിയിരിക്കുന്ന സമയത്തും ബിഗ് ബോസ് അപ്പോഴും ഒന്നും നിർത്താൻ പറയണില്ല. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്താ സാധാരണ പണ്ടൊക്കെ വൈൽഡ് കാർഡ് വന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് ജാസ്മിൻ എല്ലാം മനസ്സിലാക്കി ജാസ്മിൻ റസ്മിനോട് കരഞ്ഞോണ്ടിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത്. അനൗൺസ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ സീക്രട്ട് ഏജന്റ് എന്ന വ്യക്തി അതിൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നുള്ള കേസ് ഞാൻ ഇട്ടൊരു പോളെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പേഴ്സണലി ഞങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് ഫസ്റ്റ് ഡേ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കണം. കാരണം ഒരു ദിവസം കൊണ്ടൊന്നും ഒരു മനുഷ്യനെ വിലയിരുത്താൻ പറ്റില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ ബട്ട് നോട്ട് ദി ലാസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയും. അതുകൊണ്ട് ഇപ്പൊ എന്താ ഉണ്ടായത്, ജാസ്മിനും ഗബ്രി കുറച്ച് നന്നായി, അവര് വേറെ മാറി കുറച്ച് നിൽക്കുന്നുണ്ട്. പക്ഷെ അത് നല്ലതല്ലല്ലോ ഈ വന്നവർക്ക്. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്? അതിൽ വിവരമുള്ളതായിട്ട് സംസാരിച്ച ഒരാൾ ഒരു അഭിഷേക്, മറ്റേ അഭിഷേക്, ശ്രീകുമാർ അല്ല, മറ്റേ അഭിഷേക് പറയണ എന്തിനാണ് മറ്റുള്ളവരോടൊക്കെ ചോദിക്കുന്നത്, നന്ദനയോടൊക്കെ ചോദിക്കുന്നത്, എന്തിനാ തിരുത്തുന്നത്? അവര് അങ്ങനെ നടന്നോട്ടെ, അതല്ലേ നമുക്ക് നല്ലത്, അതല്ലേ അതിന്റെ പോയിന്റ്. ഇവരൊക്കെ ഗെയിമിന് വന്നതല്ലേ. സായി എന്തിനാ പോയി ഇവളെ നന്നാക്കണം? സായിന്റെ കേസ് എന്താ പറയുക, ഇപ്പൊ നമ്മൾ 2 കേസും പറയണം. അത് എന്താവും പറഞ്ഞത്, എന്ത് കാര്യം കൊണ്ട് ഈ പൊട്ടത്തരമോ കാണിച്ചെന്നറിയില്ല. പൊട്ടത്തരായിട്ട് നമുക്ക് തോന്നുന്നു. ഇനി എന്താ സ്ഥിതി എന്നുള്ള അറിയില്ല. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് എനിക്കും തോന്നിപ്പോയി. ഞാനും ഇതിൽ വീഡിയോ ബിഗ് ബോസിന്റെ വല്ല സ്ക്രിപ്റ്റും ഉണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം റോബിൻ പറഞ്ഞൊരു കാര്യമില്ല, ഇവൻ അറ്റാക്ക് ചെയ്യണം പറഞ്ഞു. അതുപോലെ ബിഗ് ബോസ് സ്ക്രൂ ചെയ്ത് വിട്ടതാണോ അറിയില്ല നമുക്ക്. എന്താണെന്നുണ്ടെങ്കിലും സായിയുടെ ഐഡന്റിറ്റിനെ ഇതിനൊക്കെ ഭയങ്കര പ്രശ്നത്തിലാക്കി. കാരണം നിലപാടില്ലായ്മ അങ്ങനത്തെ ഒരു സായി സീരിയസ്ലി സായി പാവായ പോലെ. സായി ശരിക്കും ഒരു പക്ഷെ അല്ല, നമ്മളെന്താ പ്രതീക്ഷിക്കുന്നത്? സായി റെസ്പോണ്ട് ചെയ്യും, അങ്ങനെ പറയും ഇങ്ങനെ പറയും. ചിലപ്പോ ഇവരത് മൈൻഡ് ചെയ്യില്ല. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞു കൊടുത്ത് ഇവിടെ നന്നാക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ടേ. ഞാനോട് പറഞ്ഞില്ല, ഞാൻ വീഡിയോയിലും പറഞ്ഞു, എനിക്ക് പലപ്പോഴായിട്ട് സായിനോട് പേഴ്സണലി ഫോണിൽ കൂടി സംസാരിച്ച സമയത്ത് എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്താ അറിയോ, അയാൾക്ക് ഉള്ളിൽ എവിടെയോ ചങ്ങാതിക്ക് ഒരു നന്മയുടെ ഉള്ളിൽ, മനസ്സിലായോ? എവിടെയോ ആൾക്കാരെ നന്മ എന്ന് ഉദ്ദേശം എന്താ അറിയോ, ആൾക്കാരെ ട്രസ്റ്റ് വിശ്വസിക്കും. ഇപ്പൊ എന്നോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ പല ആൾക്കാരോടും പറഞ്ഞതൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിളിച്ചു പറയല്ല, അത് അയാളുടെ ശുദ്ധ മനസ്സുകൊണ്ടാണ്. ഷെഫിനാബിയുടെ ഇഷ്യൂല ചങ്ങായി ശരിക്കും പഠിക്കണമായിരുന്നു ചില കാര്യങ്ങൾ. ഓക്കെ, പിന്നെന്താ പറയുക, ചില ആൾക്കാരുടെ ക്യാരക്ടർ മനസ്സിൻ്റെ കാര്യങ്ങളും പോവില്ല. പാവം പോട്ടെ, എന്താണെന്നുണ്ടെങ്കിൽ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. പക്ഷേ എനിക്ക് സായിയുടെ കേസ് ഇപ്പോൾ നെഗറ്റീവ് പറഞ്ഞ സമയത്ത് പോസിറ്റീവ് പറഞ്ഞിട്ടില്ല. എനിക്ക് സായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇഷ്ടപ്പെട്ടെന്നറിയോ, ഒരു ലിമിറ്റും ഇല്ല ബിഗ് ബോസിലും സായി പറഞ്ഞതിനോട് ഞാൻ അതിന് യോജിക്കുന്നു. ഒരു ലിമിറ്റില്ല. എന്തിനാണ് ലിമിറ്റ് ചെയ്യുന്നത്? സായി എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയാം. തെറി പറഞ്ഞോ ലിമിറ്റില്ല.
പക്ഷെ നാളെ ഞാനും പറയും എന്നുള്ള കോൺസെപ്റ്റാണ്. നല്ലത് തന്നെയാണ്. അല്ലാണ്ട് തെറി പറയാൻ പാടില്ല. അപ്പോൾ എനിക്ക് ആ ലാലേട്ടനൊക്കെ ചില സമയത്ത് പറയും നിങ്ങൾ തെറി പറയാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, പിന്നെന്താ. പക്ഷെ ആ പറഞ്ഞ സായി ഇന്ന് ക്ലാസ്സിൽ കുട്ടികൾ ഇരിക്കുന്ന മാതിരിയാണ് മീറ്റിങ്ങിൽ ഇരുന്നത്. ഫസ്റ്റ് ഡേ ആയിരുന്നത്. പക്ഷെ സായി പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ, അതായത് ഒരു ലിമിറ്റും ഇല്ല. നിങ്ങൾ തെറി പറഞ്ഞോ, ശപിച്ചോ, ഞാൻ കേൾക്കണോ കേൾക്കണോ ഞാൻ നോക്കിയാൽ മതിയല്ലോ. എനിക്കൊരു ലിമിറ്റ്, എനിക്ക് നാളെ എനിക്ക് ലിമിറ്റ് ഫിക്സ് ചെയ്യേണ്ട. അത് നല്ലൊരു കാര്യമാണത്. കാരണം അതിന് അങ്ങനെ ആൾക്കാർ ഫ്രീ ആയിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഫേക്ക് ആയി മാറും. എന്താണ് പിന്നെന്താ വെച്ചാൽ നല്ല ക്യാപ്റ്റൻസി ആയി തോന്നുന്നുണ്ടോ, എല്ലാത്തിലും ഇടപെട്ട് ശ്രീധുവിനോട് വെച്ചോണ്ടോ, ശ്രീധുവിനോട് സായി വെച്ചോണ്ടോ ഇത് തമിഴ് ബിഗ് ബോസിൽ അപ്ലൈ ചെയ്തിരുന്നില്ലേ, ചെയ്തിരുന്നു, അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നില്ലേ നിങ്ങൾ. കാരണം വെച്ചാൽ തമിഴ് പറയണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ ഭാഷയുടെ ഇഷ്യൂ പിന്നെ രാത്രി വീണ്ടും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ആ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഗബ്രീനെ പറ്റി പറഞ്ഞത് സ്വന്തം വീട് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. നിൽക്കും നമുക്ക് ഡൈജസ്റ്റ് ആയി, പിന്നെ അത് മനസ്സിലായില്ല. അപ്പോൾ സായിയുടെ കേസൊക്കെ ഒരു ഇതെല്ലാം ലൈവ് കണ്ടവർക്ക് അറിയാം. ഒരുപാട് സംഗതികൾ അവിടെ നടന്നിട്ടുണ്ട്, അതൊന്നും പുറത്തേക്ക് അവർ കാണിച്ചിട്ടില്ല. ഓക്കെ, പിന്നെ അവരുടെ സംഗതി കേൾക്കണം. ഈ ജാൻമണിനോട് പറഞ്ഞില്ലേ ഞാൻ എക്കണോമിക് ക്ലാസ്സിലാണ് വന്നെന്നുള്ളത്, അത് കേട്ടില്ലേ? മറ്റേ ജാസ്മിനോട് പറഞ്ഞു കേട്ടോ, ജാസ്മിനെ നമ്മൾ ഒരുമിച്ച് ഓഡിഷൻ കഴിഞ്ഞവരാണ്. ജാസ്മിനെ നമ്മൾ ഒരുമിച്ചാണ്, പക്ഷേ വഴിയിൽ കുറച്ച് ബ്ലോക്ക് ഉണ്ടായി. മനസ്സിലായോ? ശ്രദ്ധിച്ചില്ല ലൈവിലെ അന്റെ ബ്ലോക്ക്, ബാപ്പാന്റെ ബ്ലോക്ക്, മനസ്സിലായില്ലേ? അല്ലേ സായി പറഞ്ഞ ഡയലോഗ് തന്നെ പോകുന്നു. പക്ഷെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായി വഴിക്കുന്നത്. സംഭവം അതാണ്. അത് ജാസ്മിന് കത്തിയോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അല്ല 100% സായിനാണ്. ഈ സായിനെ സോഷ്യൽ മീഡിയയിലൂടെ ഫോളോ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ അവൻ്റെ റിയാക്ഷൻ വീഡിയോസ് കണ്ടറിയാം. പ്രത്യേകിച്ച് ഓനും ജിത്തുബായി കൂടുമ്പോൾ ആ കോമ്പിനേഷൻ സീൻ ഉണ്ടല്ലോ, അതാണ് സത്യത്തിൽ സായിക്ക് അവിടെ ജിത്തുബായി സ്നേഹം ഞെട്ടിക്കണ്ടോ, സീരിയസ് ആയിട്ട് പറയാം. പക്ഷെ സായിക്ക് ലാക്ക് ചെയ്യുന്ന സംഭവം ഞാൻ പറഞ്ഞില്ലേ, സായിക്ക് എനിക്ക് ചങ്ങാതിനെ ഞാൻ ഏകദേശം 50,000 സബ്സ്ക്രൈബേഴ്സ് മുതൽ സായിനെ ഫോളോ ചെയ്യുന്ന ആളാണ്. ടൈറ്റായിട്ട് ഫോളോ ചെയ്യുന്ന പറഞ്ഞാൽ അവൻ്റെ ഒരു വീഡിയോ പോലും ഞാൻ മിസ്സാക്കലില്ല, അവൻ്റെ ഒരു സെൻറ്റൻസ് പോലും ഞാൻ മിസ്സാക്കലില്ല. ഞാൻ സീരിയസ് ആയിട്ട് അപ്പോൾ ഞാനും അതേപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് പറയട്ടെ. ഞാൻ കാറ്, ജിത്തുബായി, ഈ 2 സാധനം ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അതിന്നിപ്പോൾ കമൻറ്റുകളിലും കണ്ടല്ലോ തുറന്നിട്ട് സ്പേസിൽ സംസാരിക്കാൻ പറ്റില്ല എന്നൊക്കെ. പക്ഷെ ഇതൊക്കെ ഓവർകം ചെയ്യുമെന്ന് വിചാരിക്കുന്നു, ചെയ്യണം കേട്ടോ ഒന്നത്. പിന്നെ നമുക്ക് വീഡിയോ പക്ഷെ നമ്മൾ ഇന്നുണ്ടായ കാര്യങ്ങൾ പറയുന്നു എന്നല്ലോ കേട്ടോ. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഈ മറ്റവുണ്ടല്ലോ, എന്താ ചങ്ങാതിൻ്റെ പേര്, ഈ അഭിഷേക്, ഇവൻ്റെ അഭിഷേക് നോമിനേഷൻ കിട്ടിയ അഭിഷേക് ഉണ്ടല്ലോ, അഭിഷേക് കച്ചറല്ല എന്താ ശ്രീകുമാർ ജാൻമണീനെ അഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഈ ഏലിയൻ ശരിക്കും ലൈവ് കണ്ടിരിക്കണോ? ഞാൻ കണ്ടു. അത് ഏലിയൻ ഏലിയന്റെ പോലെയാണോ ഞാൻ അത് ക്ലാരിഫൈ ചെയ്തു, ഏലിയൻ ലാംഗ്വേജ് ആക്കി മാറ്റി. അല്ല, ഏലിയന്റെ പോലെ പറഞ്ഞിട്ടില്ല. ഞാൻ കേട്ടത് ഏലിയൻ ലാംഗ്വേജ് എന്ന വേർഡ് ഉപയോഗിച്ചു. ഇതോ ഏലിയൻ ലാംഗ്വേജ് എന്നുള്ള വേർഡ് അവിടെ ഉപയോഗിച്ചു. ഇതൊരു കോമൺ യൂസേജ് ആണ്, ഏലിയൻ ലാംഗ്വേജ്. ഏലിയൻ ടു മീ എന്ന് ഉദ്ദേശിച്ചാൽ അതിന്റെ അർത്ഥം ഏലിയൻ ആണെന്നല്ല. പക്ഷെ എന്താ ഒരു പ്രശ്നം, മനസ്സിലാവാത്ത ലാംഗ്വേജ് ഉദ്ദേശിച്ചത്. അതെന്താണെന്നറിയോ, നമ്മൾ പുറത്തുനിന്നാണ്, അത് അവിടെയാണ് സംഭവം. എനിക്ക് മനസ്സിലാവാറില്ല ഇത് ഇവിടെയാണ് ഒരു ഷോയിൽ വന്നിരുന്ന സമയത്ത് ചില കാര്യങ്ങൾ 2 ടീം, ഇപ്പം അമ്മേനെ തല്ലിയാലും 2 വിഭാഗം എന്ന് പറഞ്ഞ പോലെയാണത്. അപ്പോൾ ജാൻമണിയുടെ സംസാരം ഒരു മലയാളികൾക്ക് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മലയാളം ബിഗ് ബോസിൽ ജാൻമണിനെ പോലെ ഒരാളെടുത്തിട്ട് എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആൾക്കാർ ചോദിക്കുക എന്താ അറിയോ, ഇതെന്തിനാ ഇതിനൊക്കെ കൊടുത്ത് ഇതിന് പറയണം കൂടി മനസ്സിലാവില്ലേ? ഇതല്ലേ ഈ പറഞ്ഞത്, എനിക്കും മനസ്സിലാവണില്ല. മിക്ക സമയത്തും മനസ്സിലാവില്ല. ബട്ട് ഇറ്റ് ഡസന്റ് മീൻ ഒരു ബിഗ് ബോസ് കൊണ്ടുവന്നു ബിഗ് ബോസിനാണ് പറയുന്നത്. പക്ഷെ ഇയാൾ അതല്ല പറഞ്ഞത്. ഇയാൾ എന്തോ പറഞ്ഞപ്പോ ഇത് എന്താ ഒന്നും മനസ്സിലാവില്ല, ഒരു ഏലിയൻ ലാംഗ്വേജ്. അതൊക്കെ ട്രിഗർ ചെയ്യാൻ അത് മതി. ഇപ്പൊ ട്രിഗർ ചെയ്യാനാണ് അതെ. ഇതെന്താ അറിയോ, അങ്ങനെ ട്രിഗർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്നത് എന്താ അറിയോ, ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അവിടെയുള്ള ആൾക്കാരെ പുറത്തുനിന്ന് ഒന്നും ഇപ്പൊ അഭിഷേക് ഈ വന്ന പുതിയ അഭിഷേക് ഇന്നിപ്പോ അഭിഷേക് കെനെ മറ്റേ അത് പേരും പറഞ്ഞ് കളിയാക്കിയില്ലേ, സംഭവം പറഞ്ഞേ. ഇവനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഈ വന്ന ദിവസം തന്നെ ഇത് കയറി ഛർദ്ദിക്കാതെ അറ്റ്ലീസ്റ്റ് 2-3 ദിവസം നിന്ന് നമ്മൾ സ്വയം എന്താണെന്നുള്ളത് അറ്റ്ലീസ്റ്റ് പ്രേക്ഷകരാണല്ലോ ഇതിനൊക്കെ വിധി എഴുതുന്നത്, അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതെ നേരെ കയറിയിട്ട് അടിക്കുന്ന സമയത്ത് സ്വയം കുഴിതോണ്ടലായി മാറും. കാരണം 9 വോട്ട് കിട്ടിയിട്ട് ചങ്ങായി നിൽക്കുകയാണ്. ഇന്നത്തെ പെർഫോമൻസ് കണ്ട അവന് വോട്ട് കൊടുക്കാൻ മാത്രം എന്തെങ്കിലും സംഭവം ഉണ്ടോ? ലുക്കാണോ ഉള്ളത്? വേറെ ഒന്നുമില്ലല്ലോ. തഗ് ലുക്ക് മാത്രമേ ഉള്ളൂ.
ലുക്ക് കണ്ടിട്ട് എത്ര ആൾ കൊടുക്കും എന്ന് എനിക്കറിയില്ല. ലുക്ക് കൊണ്ട് കൊടുക്കണം. പിന്നെ മെലിൻസോമന പഴയ മെലിൻസോമന ഒരു ഋത്തിക് റോഷനെ പോലെ ഭംഗിയൊക്കെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ വരട്ടെ, ഒരു ലുക്ക് ഉണ്ട് കൊടുക്കുന്നത് ഫാഷൻ ഷോ ഒന്നുമല്ലല്ലോ. ഇത് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ട്, ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, മനസ്സിലായോ? ആ ഭാഗത്തേക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. എത്രത്തോളം എന്തുണ്ട് സ്ഥിതി എന്നറിയില്ല. പിന്നെ വൈകുന്നേരത്തെ മീറ്റിംഗ് കുറേ ദണ്ടും പിടിച്ച് കുറേ കോമാളികൾ. ഒരു കാര്യം പറയട്ടെ കേട്ടോ, നോമിനേഷനിൽ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ ജാൻമണിക്ക് കുറെ ഉണ്ടായിരുന്നു, അൻസിബയ്ക്ക് കുറെ ഉണ്ടായിരുന്നു, അതുപോലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ അൻസിബയ്ക്കും ജാൻമണിക്കും പിന്നെ ഈ അഭിഷേകിനും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ജാൻമണി ഇത് കുറെ എണ്ണം കിട്ടിയതിന് ശേഷം ഭയങ്കര കരച്ചിലായിരുന്നു. അതേപോലെ നമ്മളെ സായി ഒന്ന് ചമ്മിപ്പോയി. കാരണം സായി പെയിന്റ് അടിക്കണത് ജാൻമണിയുടെ മുഖത്ത് അടിക്കണം പറഞ്ഞു. പക്ഷെ ഞാനത് സായിയുടെ സൈഡായിരുന്നു. കാരണം എനിക്ക് ഭയങ്കര വിഷമായി പോയി. കാരണം എന്താ അവളെ മുഖത്ത് എല്ലാവരുടെ മുഖത്തും അടിച്ചിട്ടുണ്ട്, എന്നാൽ ജാൻമണിക്ക് മാത്രം എന്താ അവരുടെ വേറെ സിസ്റ്റം. എന്നിട്ട് സീക്രട്ട് ആരാ പറയാ, ബിഗ് ബോസ് ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം ബിഗ് ബോസ് പറഞ്ഞു അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രം മുഖത്ത് തേച്ചാൽ മതി എന്ന്. അതൊരു സങ്കടകരമല്ല. ഇത് അതിന് വേറൊരു വശമുണ്ട്. അതായത് എന്തില്ലാത്തിനും രണ്ട് വശമുണ്ട് അറിയണം. ജാൻമണി അവിടെ പറഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ, ജാൻമണി ഈസ് ഫ്രം വെസ്റ്റ് ബംഗാൾ, കൽക്കട്ട. അവിടെ അങ്ങനെ ഉണ്ടോ എന്നുള്ള എനിക്കറിയില്ല. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷേ അവർ പറഞ്ഞതിൻ്റെ എസൻസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും നേരമൊക്കെ ആരെങ്കിലും കണ്ട് ക്ഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ കമൻറ്റ് ചെയ്യുക. കാരണം ഇപ്പോൾ ഇത് ഏകദേശം 10-24 മിനിറ്റായി, എന്നാലും കുഴപ്പമില്ല. അതായത് ഈ നോർത്ത് ഇന്ത്യയിൽ ഒരു കസ്റ്റമുണ്ട്, ഈ മുട്ടയടിച്ച് പുള്ളി കുത്തുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സംഗതികളും നമ്മൾ കേട്ടിട്ടില്ലേ. അതേപോലെ ഒരു സംഗതിയാണ് ഈ കരിയോയിൽ തേക്കുക, കറുത്തടിക്കുക എന്നുള്ളത്. അത് അവരുടെ ചില വില്ലേജസ്, നോർത്ത് ഇന്ത്യൻ വില്ലേജസിലൊക്കെ അങ്ങനത്തെ പരിപാടികളുണ്ട്. കാരണം വെച്ചാൽ ഒരു ഭ്രഷ്ട് കൽപ്പിച്ച ആൾക്കാരുണ്ടല്ലോ. ബിഗ് ബോസ് അതൊക്കെ ബിഗ് ബോസ് അടിക്കാൻ പഠിക്കാനാണ് ബിഗ് ബോസ് ആകെ സത്യം പറഞ്ഞ ബിഗ് ബോസ് കടന്ന് ഓടും. നോക്കണ ഗൂഗിൾ അയ്യോ സത്യം പറഞ്ഞാവും. കാരണം വെച്ചാൽ ഈ ഭ്രഷ്ട് കൽപ്പിക്കാൻ തന്നെ സംഭവം ഉണ്ട്. ആ ഭ്രഷ്ട് കൽപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. കാരണം ആ ഒരു രീതിയിലാണ് ജാൻമണി അതിനെ പ്രസന്റ് ചെയ്തത്. എൻ്റെ അവിടെ ഈ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഞങ്ങളുടെ ഇതിൽ അത് അങ്ങനെയാണെന്ന് പറഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ അത് ആ ഒരു രീതിയിൽ അവർ പ്രസന്റ് ചെയ്തു. അത് അവരുടെ ഗെയിമാണ്, അവിടെ സൂപ്പർ ഗെയിം. സായി അവിടെ ഒരു ഗെയിം കളിക്കാൻ നോക്കി, മോത്തന്നെ അടിക്കണം എന്ന് പറഞ്ഞിട്ട് സംഭവം നോക്കി. പക്ഷേ ജാൻമണി അതിൻ്റെ മുകളിൽ പോയി കളിച്ചു. അത് ബിഗ് ബോസ് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു സംഗതി ഉണ്ടായത്. കാരണം വെച്ചാൽ അവിടെ പ്രശ്നം ആ ഒരു വില്ലേജസ്, അതാണ് അവർ പറഞ്ഞത് ഞങ്ങളുടെ വില്ലേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഒരു കാര്യം കൂടി അത് കൂടി പറയണമെന്നുണ്ട്. ജാസ്മിൻ വല്ലാത്തൊരു പണിയാണ് അപ്പ സായിക്ക് കൊടുത്തത്. ജാസ്മിൻ എന്ത് ചെയ്തു, നോമിനേറ്റ് ചെയ്തത് ഫസ്റ്റ് സായിനെ. പറഞ്ഞ റീസൺ പുറത്തത്തെ കാര്യം വന്ന് പറഞ്ഞു. അത് ലൈവില് കാണിച്ചിട്ടില്ല. ലൈവില് കാണിച്ചു, മറ്റേ എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവില് കാണിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക, ഇന്ന് എപ്പിസോഡ് കണ്ടവർക്ക് ഒരു കാര്യം മിസ്സായിട്ടുണ്ട്. സായി വന്നിട്ട് തിരിച്ച് സായി ജാസ്മിനെ പറഞ്ഞ കാര്യം എല്ലാവരും അറിഞ്ഞു. പക്ഷെ ജാസ്മിൻ തിരിച്ച് സായിനെ നോമിനേറ്റ് ചെയ്തപ്പോൾ പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞു. സായി ജാസ്മിനെ നോമിനേറ്റ് സായി ജാസ്മിനെ മറ്റേ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് പറഞ്ഞു. ആ റീസണും പറഞ്ഞ് ജാസ്മിൻ സായിനെ നോമിനേറ്റ് ചെയ്തു. പറഞ്ഞ റീസൺ എന്താന്ന് വെച്ചാൽ, ഒന്ന് സായിനെ ഞാൻ പിന്നെ നോമിനേറ്റ് ചെയ്യാൻ കാരണം പുറത്തുള്ള കാര്യം എന്നോട് വന്ന് പറഞ്ഞു. അതിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞു പലതും സത്യവും പല കാര്യങ്ങളും സത്യമല്ല എന്ന് പറയാം. അതുകൊണ്ടാണ് ഞാൻ സായിനെ നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം പുറത്തുള്ള കാര്യം അകത്തുനിന്ന് പറയാൻ പാടില്ല. എന്തിനാണ് പറഞ്ഞത് പോലെ, എന്തിനാ അവൻ പറഞ്ഞത്? ഒരു കേരളനായിട്ട് തങ്കച്ചിനോട് പറഞ്ഞ സിറ്റുവേഷനിൽ വല്ല ആവശ്യമുണ്ടാവും. സാരില്ല, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയാണ് നോമിനേറ്റ് ചെയ്തത്. അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. എന്തൊക്കെയോ പവർ ടീം അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പവർ ടീം എന്തൊക്കെയോ കാണിക്കുന്നത്, ഫുള്ള് കോമാളികൾ, ഊച്ചാളി ഗബ്രി. സീരിയസ് ആയിട്ട് ഗബ്രി സ്ട്രോങ് ആണ്. കണക്കാ തോന്നുന്നു അന്നോരും ഇരുന്ന് കേൾക്കണു. അപ്പോൾ നമ്മളെ ജിൻഡോ ചേട്ടൻ മാത്രം മറുപടി വരും. ജിൻഡോ എണീറ്റ് എന്നിട്ട് പറയുന്നത് എന്നെ കൊണ്ട് രാവിലെ 1, 2, 3 നിൽക്കാനൊന്നും പറ്റില്ല, വന്നോര് വന്നിട്ടൊന്നും കാര്യമില്ല. ജിൻഡോ ആയിരുന്നു ഒന്നും. ആര് വന്നാലും 19 വന്നാലും 26 വന്നാലും ജിൻഡോ ആണല്ലേ. ജിൻഡോ എണീറ്റ് പറഞ്ഞു എനിക്ക് രാവിലെ എണീറ്റിട്ട് 1, 2, 3 അതേപോലെ രശ്മിൻ പഠിപ്പിക്കണൊക്കെ തെറ്റാണ്. അതിനൊന്നും അന്ന് ഞാൻ മിണ്ടാണ്ടിരുന്ന ടാസ്ക് ആയതുകൊണ്ട് എനിക്ക് ആ രശ്മിന്റെ പഠിക്കാനൊന്നും പറ്റില്ല. അയ്യോ, ജിൻഡോന്റേതായ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഒരു കാര്യം, ജാസ്മിൻ സമയം ഒരുപാടായില്ലേ, ജാസ്മിനാണ് ക്യാപ്റ്റൻ. അപ്പൊ ജാസ്മിനാണ് പവർ ടീമിനെ ഓരോ ടീം തിരിച്ചത്. അപ്പൊ പവർ ടീമിനെ ജാസ്മിൻ വളരെ നൈസായിട്ട് ജാസ്മിൻ ഇഷ്ടമുള്ളവരെ മാത്രമായിട്ട് എടുത്തു. ഗബ്രി, റസ്മിൻ, പിന്നെ ആരായിരുന്നു, അർജുൻ, അപ്സര, ജാസ്മിന്റെ ഫേവറേറ്റ്. ആ റൂമിലാണല്ലോ. പക്ഷെ അപ്പൊ തന്നെ സാധാരണ എല്ലാ പ്രാവശ്യവും ആ വലിയ ബെഡ് ക്യാപ്റ്റനാണ്.
ക്യാപ്റ്റനും പവർ റൂമിലാണ് കിടന്നിട്ടുള്ളത് ഇത്രയും ദിവസം. അപ്പോൾ ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്തു, അത് കഴിഞ്ഞതിന് ശേഷം ക്യാപ്റ്റനും പവർ റൂമിൽ കയറാൻ പാടില്ല. നേരെ മറിച്ച് ജാസ്മിൻ ക്യാപ്റ്റൻ ആവാതെ ഗബ്രിയാണ് ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ ഗബ്രി കുട്ടൻ, ഊച്ചാളി കുട്ടൻ എന്ത് വന്നാലും ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കയറ്റും. ഇതിൻ്റെ ഉള്ളിൽ കയറ്റും, പവർ റൂമിൽ കയറ്റുമായിരുന്നു. ജാസ്മിൻ കയറ്റിയില്ലേ ഗബ്രീനെ? ഞാൻ പറഞ്ഞത് ഞാൻ ഇത്ര വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞ ആള് ഭയങ്കര ഇന്റലക്ച്വലാന്ന് അവർ വിചാരിച്ചു. എനിക്ക് കണ്ണ് തട്ടണ്ടല്ലോ. ആ പൊട്ടത്തരാണ് പറഞ്ഞത്. അതെന്താ സംഗതി അറിയും ഇത്, ഞാൻ ചിലപ്പോഴേ വലിയ വലിയ കാര്യങ്ങൾ പറയുമ്പോ ഇപ്പം ഭയങ്കരനാണെന്ന് വെച്ചാൽ എനിക്ക് കണ്ണ് തട്ടിയാലോ, കണ്ണ് തട്ടണതിന് ഇടയ്ക്കാണ് പൊട്ടത്തര. പക്ഷെ ഞാനത് ബിഗ് ബോസിന്റെ കളിയാണല്ലേ, ഞാൻ എന്താ ശ്രദ്ധിക്കാതെ പറഞ്ഞ് നിൽക്കുന്നറിയില്ല. പോട്ടെ 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 പോട്ടെ. പക്ഷെ വലിയ വലിയ മറ്റേ ഷാറുഖ് ഖാൻ പറഞ്ഞ മാതിരി വലിയ വലിയ രാജ്യങ്ങളിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ സംഭവിക്കും അല്ലേ. അതങ്ങനെ പോട്ടെ. എഡിറ്റ് ചെയ്യില്ല കേട്ടോ, വെച്ചിട്ട് ആരും പൊങ്കാലിടാൻ വരണ്ട. കുറെ കാര്യങ്ങളൊക്കെ ഞാൻ നല്ല പറഞ്ഞു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി വോട്ട് ചെയ്യാം. ചേട്ടൻ പോയി ശരിക്കും കാണൂ, ചേച്ചിയെ സംസാരിക്കാൻ സമ്മതിക്കൂ എന്ന കമന്റുകൾ നിരോധിച്ചിരിക്കുന്നു. എല്ലാ കമന്റും പറഞ്ഞില്ലല്ലോ, പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വൈൽഡ് കാർഡുകൾ വന്ന ദിവസമാണെന്ന് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് ആരെയും വിലയിരുത്താൻ പറ്റില്ല. കുറച്ച് ദിവസം കഴിയട്ടെ. ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും ഇതേ പരിപാടി 6 എണ്ണം തുടരുകയാണെങ്കിൽ വി ആർ ദി കീറൽ വലിക്കൽ എന്താ. അപ്പൊ നമ്മള് കറക്റ്റായിട്ട് പറയാം. എനിക്ക് ഇപ്രാവശ്യം സന്തോഷം എന്താ വെച്ചാൽ ആരോടും പ്രത്യേക ഇഷ്ടം തോന്നാത്തതുകൊണ്ട് നമുക്ക് എല്ലാരെ പറ്റിയിട്ടും എല്ലാം പറയാം. എല്ലാ പ്രാവശ്യവും ആരോഗ്യത്തിൽ പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പൊ അവർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് തോന്നും അയ്യോ എന്താ, ആ ഒരു തോന്നലേ പ്രാവശ്യമില്ല. അതുകൊണ്ട് സുഖമായിട്ട് പറയാം. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.